أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطئوها وكان الله على كل شيء قديرا. السلام عليكم ورحمة الله. പ്രിയമുള്ളവരെ, സൂറത്തു അഹ്സാബിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെയും മുനാഫിക്കുകളുടെയും സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നാം വിവരിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വചനങ്ങളും. അല്ലാഹു തആല പറയുന്നുണ്ട്, ലിയജ്സി അല്ലാഹു സ്വാദിഖീന ബിസ്സുദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻഷാഅ ഔ യതൂബ അലൈഹിം. സത്യവാന്മാർക്ക് അവരുടെ സത്യപാലനത്തിന് പ്രതിഫലം നൽകുവാനും കപടവിശ്വാസികളെ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ശിക്ഷിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതാണ് ഇന്ന് ഓതിവെച്ച ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം. അടുത്തത്, വറദ്ദല്ലാഹു അല്ലദീന കഫറു ബിഗൈളിഹിം ലം യനാലു ഖൈറ. അവിശ്വാസികളായ ആളുകളെ വളരെ അവർക്ക് മനപ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ ഒരു ഗുണവും അവർക്കില്ലാതെ അള്ളാഹു മടക്കി. വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു യുദ്ധം അവസാനിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വകാനല്ലാഹു ഖവിയ്യൻ അസീസ. അള്ളാഹു ശക്തനും പ്രതാപശാലിയുമാകുന്നു. വ അൻസലല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സ്വയാസ്വിഹിം. അവിശ്വാസികളായ ആളുകൾക്ക് പിന്തുണ നൽകിയ ആളുകളെ അവരുടെ കോട്ടകളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി കൊണ്ടുവന്നു. വ ഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഭയം നിറക്കുകയും ചെയ്തു. ഫരീഖൻ തഖ്തുലൂന വ തഅസിറൂന ഫരീഖ. അവരിൽ ഒരു കൂട്ടരെ നിങ്ങൾ കൊല്ലുകയും മറ്റൊരു കൂട്ടരെ ബന്ദികളാക്കുകയും ചെയ്തു. വ ഔറസക്കും അർളഹും വ ദിയാറഹും വ അംവാലഹും വ അർളൻ ലം തതഉഹ. അവരുടെ ഭൂമിയും അവരുടെ വീടുകളും അവർ ചവിട്ടിയിട്ടില്ലാത്ത ഭൂമിയും അള്ളാഹു നിങ്ങൾക്ക് അവകാശമായിട്ട് നൽകി. വ കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ വിശദീകരണം, അല്ലാഹു തആല നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ കൊടുക്കുന്നു, തിന്മ ചെയ്ത ആളുകൾക്ക് തിന്മയും നൽകുന്നു. എന്താണ് നൽകുന്നത് എന്ന് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് പരീക്ഷണങ്ങളിലൂടെ. അവരുടെ സ്ഥിതി എന്താണ് എന്ന് അവരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത്. നല്ല ആളുകളെയും ചീത്ത ആളുകളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല യുദ്ധത്തിൽ അത് കൃത്യമായി കാണിച്ചു കൊടുത്തു. പിന്മാറിയ ആളുകളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഭയവും പട്ടിണിയും ക്ഷീണവും എല്ലാം ഉയർന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അടിയുറച്ചു നിന്ന ആളുകളും അവിടെയുണ്ട്. അല്ലാഹു തആല ഓരോ സന്ദർഭങ്ങളിൽ കൃത്യമായി വേർതിരിച്ചു കൊടുത്തു. നല്ല ആളുകളെയും
ചീത്ത ആളുകളെയും. എന്നു മാത്രമല്ല, യുദ്ധത്തിൻ്റെ പര്യാവസാനം അവിശ്വാസികളായ ആളുകൾക്ക് കടുത്ത നിരാശയോടെ മടങ്ങേണ്ടി വന്നു. അവർ വന്നിട്ടുള്ളത് ഒരുപാട് നന്മകൾ പ്രതീക്ഷിച്ചിട്ടായിരുന്നു. ഒരു ഉപകാരവും ഗുണവും നേട്ടവും കിട്ടാതെ ഒരുപാട് നാശനഷ്ടങ്ങളുമായി അവർക്ക് മടങ്ങേണ്ടി വന്നു. ശേഷം അത് ചരിത്രമാണ്. മദീനയിലെ ആളുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ഉണ്ടാക്കിയിരുന്നു എന്ന് നാം മുമ്പ് പറഞ്ഞു. ആ കരാർ തെറ്റിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗോത്രമായിരുന്നു ബനു നളീർ ഗോത്രവും ബനു ഖുറൈള് ഗോത്രവും. ബനു ഖുറൈള് ഗോത്രം ബനു നളീർ ഗോത്രക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് കരാർ ലംഘിക്കുന്നത്. ഈ ഒരു സമയത്ത് മക്കയിലെ ആളുകളൊക്കെ മുഹമ്മദിനെതിരെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടി അവരുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ മുഹമ്മദിനെയും കൂട്ടരെയും നമുക്ക് നാമാവശേഷമാക്കാമെന്ന് ബനു നളീർ ഗോത്രക്കാരൻ പറഞ്ഞപ്പോൾ ബനു ഖുറൈളിൻ്റെ നേതാവ് അത് അംഗീകരിച്ചു. നമ്മളൊരു സന്ധി ഉണ്ടാക്കിയിട്ട് അത് തെറ്റിക്കുന്നത് തെറ്റല്ലേ, വഞ്ചനയല്ലേ എന്നൊക്കെ തിരിച്ചു ചോദിച്ചു അദ്ദേഹം. അവസാനം ബനു നളീർ ഗോത്രക്കാരൻ പറഞ്ഞത് അനുസരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പോരാടി. യുദ്ധം കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഉടനെ ബനു ഖുറൈളിലേക്ക് പോവുക. മദീനയുടെ കുറച്ചപ്പുറത്താണ് ബനു ഖുറൈള് പ്രദേശം. അവിടെയാണ് അവർ താമസിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടെ പറഞ്ഞു, ബനു ഖുറൈള് എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസ്ർ നമസ്കരിക്കരുത്. എന്ന് വെച്ചാൽ അത്രയും വേഗം അവിടെ എത്തണം എന്നർത്ഥം. ബനു ഖുറൈളിലേക്ക് അവർ പോയി. മുസ്ലിങ്ങളുടെ വരവ് കണ്ട ഉടനെ ബനു ഖുറൈളിലെ ജൂതന്മാരായ ആളുകളൊക്കെ അവരുടെ കോട്ടക്കകത്തേക്ക് ഒളിച്ചു കയറി രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒളിച്ചു നിന്നു. പക്ഷേ മുസ്ലിങ്ങൾ കോട്ട ഉപരോധിച്ചു. 25 ദിവസം ഉപരോധം നീണ്ടു നിന്നു. അവസാനം പുറത്തിറങ്ങാൻ പറ്റാതെ പട്ടിണിയുടെ നടുവിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു മധ്യസ്ഥനെ വേണം. സഅദ് ഇബ്നു മുആദിനെയാണ് ഞങ്ങളുടെ മധ്യസ്ഥനായിട്ട് ഞങ്ങൾ കാണുന്നത്. അത് നിങ്ങൾ അംഗീകരിച്ചു തരണം. ജൂതഗോത്രമായ ഔസിൻ്റെ തലവനായിരുന്നു സഅദ് ഇബ്നു മുആദ്. ഇവർക്ക് ബനു ഖുറൈളയുമായി സഖ്യവും ഉണ്ടായിരുന്നു. സഅദ് ഇബ്നു മുആദ് ആ സമയത്ത് ഈ യുദ്ധത്തിൽ പരിക്കു പറ്റിയിട്ട് മദീന പള്ളിയിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിൻ്റെ അടുത്തേക്ക് ആളയച്ചു. ബനു ഖുറൈള് ഗോത്രം ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ അവരുടെ മധ്യസ്ഥനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് താങ്കളാണ്. താങ്കളുടെ തീരുമാനം എന്തായി കഴിഞ്ഞാലും അത് ഞങ്ങൾ അംഗീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തീരുമാനം പറയാൻ പറഞ്ഞു. സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, യുദ്ധത്തിന് കഴിയുന്ന ആളുകളെ മുഴുവൻ വധിച്ചു കളയുക. ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും ബന്ദികളായിട്ട് പിടിക്കുക. സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് അധീനമാക്കുക. ഈ 3 കാര്യങ്ങളാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനവും. മുസ്ലിങ്ങൾക്കെതിരിൽ ഒപ്പം നിന്നുകൊണ്ട് ചതിച്ച ആ കൂട്ടരെ അല്ലാഹു തആല മുസ്ലിങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. എന്നു മാത്രമല്ല, അവരുടെ സമ്പത്തും അവരുടെ ഭൂമിയും അല്ലാഹു തആല മുസ്ലിങ്ങൾക്ക് അധീനമാക്കി കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവർ സ്പർശിക്കാത്ത ഭൂമിയും അല്ലാഹു തആല കൊടുത്തു. അത് ശേഷം വരുന്ന ഖൈബർ കീഴടക്കലിനെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അല്ലാഹു തആല അവരുടെ സ്പർശനം പോലും ഏൽക്കാത്ത ഭൂമിയും ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് അധീനമാക്കി കൊടുത്തു. അഹ്സാബ് യുദ്ധം കഴിയുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് വമ്പിച്ച സ്വത്തുക്കൾ ഗനീമത്തായിട്ട് വന്നു ചേർന്നു. പല ആളുകൾക്കും സമ്പത്തിനോട് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റോമിലെയും പേർഷ്യയിലെയുമൊക്കെ ചക്രവർത്തിനികൾക്ക്, അവിടെയുള്ള സ്ത്രീകൾക്ക്, ഭരണാധിപന്മാരുടെ കുടുംബിനികൾക്ക് വലിയ വലിയ ആഭരണങ്ങളുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, ഒരുപാട് വൃത്യകളുണ്ട്. ഞങ്ങൾക്കതൊന്നുമില്ലല്ലോ, അതൊക്കെ ഞങ്ങൾക്കും തന്നുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹധർമ്മിണിമാരുടെ ഈ വാക്കുകൾ വല്ലാതെ വിഷമത്തിലാക്കി. അദ്ദേഹം അതിനൊരു മറുപടി കൊടുത്തു. അല്ലാഹു തആല വഹിയായിട്ട് ആയത്തിറക്കി. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ അടുത്ത ഭാഗം. ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.